ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നടന്ന UP സ്കൂൾ ടീച്ചർ മലയാളം പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ പ്രൊവിഷണൽ കീ പ്രകാരമുള്ള ആൻസർ കീയുമാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെ കാറ്റഗറി നമ്പർ 707/2023 ആണല്ലേ. നമ്മുടെ ചോദ്യപേപ്പറിൻ്റെ കോഡ് 80/24 ആണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗാനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, ഉഴുത വയൽ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, കുറിച്യർ കലാപം. അടുത്ത ചോദ്യം: മെസപ്പൊട്ടാമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി, സിഗുറാത്തുകൾ. നാലാമത്തെ ചോദ്യം: ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര് എന്നാണ് ചോദ്യം. ഉത്തരം എല്ലാവർക്കും ലഭിക്കും എന്നാണ് വിശ്വാസം. ഉത്തരം ഓപ്ഷൻ എ, സുഭാഷ് ചന്ദ്രബോസ്. അഞ്ചാമത്തെ ചോദ്യം: സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഏത്? വൈക്കം സത്യാഗ്രഹം. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. അടുത്ത ചോദ്യം: സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത് എന്നാണ് ആറാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, ആത്മവിദ്യാ സംഘം. ഏഴാമത്തെ ചോദ്യം: 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷൻസ് നിങ്ങൾക്കിവിടെ കാണാം. 7ൻ്റെ ഉത്തരം ഓപ്ഷൻ സി. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത് 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് ആണ്. ബാക്കിയെല്ലാം ലാഹോർ സമ്മേളനങ്ങളിൽ പെട്ടതാണ്, പ്രഖ്യാപനങ്ങളിൽ പെട്ടതാണ്. ഏതൊക്കെ നോക്കാം. ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. അതുപോലെ തന്നെ 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. അടുത്തത് 8ാമത്തെ ചോദ്യം: കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഓപ്ഷൻ എ, മുഹമ്മദ് അബ്ദുറഹ്മാൻ. അടുത്തത് 9ാമത്തെ ചോദ്യം: ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് ആ സർവകലാശാല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി, ബനാറസ് ഹിന്ദു സർവകലാശാല. 10ാമത്തെ ചോദ്യം: 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാൻ്റെ ഭരണപരിഷ്കാരങ്ങൾക്ക് എതിരെ നടന്ന സമരമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി, ദിവാൻ സർ CP രാമസ്വാമി അയ്യർ. 11ാമത്തെ ചോദ്യം: ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ RLVയുടെ പേരെന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പുഷ്പക് എന്നാണ് അതിൻ്റെ പേര്. 12ാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ, അഗ്നി 5. 13ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി, കൃഷ്ണ നദിയാണ്. 14ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗം അല്ലാത്തത്? ഭാഗമല്ലാത്തതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ എ, കൊങ്കൺ സമതലം ആണ്. കൊങ്കൺ സമതലം എവിടെയാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. ബാക്കി വടക്കൻ സിർക്കാസും കോറമാണ്ടൽ തീരസമതലവും സുന്ദരവന പ്രദേശവുമെല്ലാം ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. 15ാമത്തെ ചോദ്യം: രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ. അത് രാഷ്ട്രപതിയുടെ ചുമതലകൾ അല്ല. ആരാണ് രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്? ഉപരാഷ്ട്രപതിയാണ്. നിങ്ങൾക്കറിയാം അല്ലേ. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. സാമൂഹ്യ സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് 16ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഔപചാരികമായ ബന്ധം.
നോക്കൂ, സാമൂഹ്യ സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ഔപചാരിക ബന്ധം. അടുത്തത് റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഒന്നാമത് പറയുന്നു വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക്, ₹1 നോട്ട് അച്ചടിക്കൽ. ഇതിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. ₹1 നോട്ട് അച്ചടിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തത് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് ₹100 കോടി പിഴ ചുമത്തിയ നീതിപീഠം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ദേശീയ ഹരിത ട്രിബ്യൂണൽ. 19ാമത്തെ ചോദ്യം 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഉത്കല എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ ഒഡീഷയാണ്. ഉത്കല ആഭ്യന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്ത് എന്നാണ് 20ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് ദൂരത്തെയാണ്. 21ാമത്തെ ചോദ്യം തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 4 ഓപ്ഷൻസ് നിങ്ങൾക്കിവിടെ കാണാം. 21ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ് എന്നുള്ളതാണ് ശരി. 22 ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി വിസ്കോസിറ്റി. അടുത്തത് 23 ഒരു കാറ് 5 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ പ്രവേഗം 18 km/hൽ നിന്നും 36 km/hലേക്ക് ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ m/s² അതിൻ്റെ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി 1 എന്നാണ്. അടുത്തത് വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര kWh ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി 1 ആണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് 25ാമത്തെ ചോദ്യം. 2 വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം F ആണ്. 2 പിണ്ഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാകും? ഉത്തരം ഓപ്ഷൻ ഡി F/4. പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ് എന്നതാണ് അടുത്ത ചോദ്യം. 26ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഖരത്തിലൂടെയാണ് ശബ്ദം പരമാവധി വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അടുത്തത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ SI യൂണിറ്റ് എന്താണ് എന്നതാണ് 27ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. അടുത്തത് 28ാമത്തെ ചോദ്യം. ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിൻ്റെ ആകെ ഊർജം ഓപ്ഷൻ എ സ്ഥിരമായിട്ടായിരിക്കും അത് നിലകൊള്ളുക. ഒറ്റപ്പെട്ട സിസ്റ്റത്തിൻ്റെ ആകെ ഊർജ്ജം സ്ഥിരമായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അടുത്തത് 29ാമത്തെ ചോദ്യം എന്താണ്? കാർബൺ ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 29ൻ്റെ ആൻസർ ഓപ്ഷൻ എ 8ഉം 6ഉം. അടുത്തത് 30ാമത്തെ ചോദ്യമാണ്. 30ാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ഏതാണ് സംക്രമലോഹം അല്ലാത്തത് എന്നാണ്. സംക്രമണലോഹം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 30ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി അലൂമിനിയം. അടുത്തത് 31ാമത്തെ ചോദ്യമാണ്. അന്തരീക്ഷമർദ്ദം 1 ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി 99.6 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹമേത് എന്നാണ് 32ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി കോപ്പർ. 33 ഹോമോലോഗസ് സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡേഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. 33ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ CH2 ഗ്രൂപ്പിനാൽ. അടുത്തത് മാലക്കൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏത് എന്നാണ് ചോദ്യം. മാലക്കൈറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി മഗ്നീഷ്യം. മഗ്നീഷ്യം അല്ല, എന്താണ്? കോപ്പറാണ് കേട്ടോ. മാലക്കൈറ്റിൽ നിന്നും കോപ്പറാണ് നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്. 35ാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു. ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 36ാമത്തെ ചോദ്യം. വൈദ്യചികിത്സയിൽ ഇൻട്രാവീനസ് കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഗാഢതയുള്ള ഉപ്പ് ലായനിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി 0.9%. 37 താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി അഭികാരകത്തിൻ്റെ നിറം അതിനെ ബാധിക്കില്ല. 38 ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? ഉത്തരം ഓപ്ഷൻ സി DNA പ്രൊഫൈലിംഗ്.
അടുത്തത് 39 മനുഷ്യൻ്റെ ആദ്യ പാലിൽ അതായത് കൊളസ്ട്രോളിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ IgA ആണ്. അടുത്തത് ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗ്രാനയിലാണ്. അടുത്തത് ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ്ലോമികകളെ ഏത് പേരിൽ അറിയപ്പെടുന്നു? 41ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ലാക്റ്റിയലുകൾ എന്ന പേരിൽ. 42 പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ടെൻഡൻ ആണ്. 43 താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോമൈസീറ്റുകൾ എന്ന ഫഞ്ചൈ വിഭാഗത്തിൽ ഉൾപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ സി പെനിസിലിയം. അടുത്തത് 44 ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി നോവാവാക്സ് ആണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ തന്നിട്ടുള്ളതിൽ. 45ാമത്തെ ചോദ്യം പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ 26ൻ്റെ പ്രാധാന്യം എന്ത് എന്നാണ് ചോദ്യം. ജൂലൈ 26ൻ്റെ പ്രാധാന്യം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി അത് കണ്ടൽ ദിനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആചരിക്കുന്നുണ്ട്. 46ാമത്തെ ചോദ്യം മാത്സിലെ ചോദ്യങ്ങളാണ്. അതിൻ്റെ ആൻസർ കീ മാത്രം നമുക്ക് നോക്കാം. 46ൻ്റെ ആൻസർ എന്താണ് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്. 47 ഓപ്ഷൻ സി ആണ്. 48ാമത്തതിൻ്റെ ആൻസർ എന്താണ്? 48 ഓപ്ഷൻ ഡി ആണ്. 49 ഓപ്ഷൻ ബി. 50ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. 51 ഓപ്ഷൻ എ. 52 ഓപ്ഷൻ ബി. 53 ഓപ്ഷൻ എ ആണ്. അടുത്തത് 54 ഓപ്ഷൻ സി. 55 ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 56ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. 57 എന്താണ് ആൻസർ? 57ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. 58ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഇനി നമ്മൾ 59ാമത്തെ ആൻസർ നോക്കുന്നു. 59ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ. 60ൻ്റെ ആൻസറോ ഓപ്ഷൻ സി ആണ്. ഇനി അടുത്തത് താഴെ പറയുന്നവയിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് 61ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തത് 62 സ്വയം കേന്ദ്രീകൃത അവസ്ഥ അതായത് ഈഗോ സെൻട്രിസം എന്നത് പിയാഷെ മുന്നോട്ട് വെച്ച ഏത് വൈജ്ഞാനിക വികാസഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് പ്രാഗ് മനോവ്യാപാര ഘട്ടം എന്നാണ് കൊടുത്തിരിക്കുന്നത്. 63ാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ രീതിക്ക് അതായത് പ്രൊജക്റ്റീവ് ടെക്നിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെൻട്രി. അടുത്തത് 64 എറിക്സണിൻ്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം അനുസരിച്ച് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങൾ ഏവ എന്നാണ് ചോദ്യം. 64 ഉത്തരം ഓപ്ഷൻ എ 1ഉം 3ഉം ആണ്. നിങ്ങൾക്കിവിടെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഇവിടെ കാണാം. അടുത്ത 65ൻ്റെ ആൻസറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നവ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 65ൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം നമുക്ക്. 65ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഇനി 66ാമത്തെ ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്നതിൽ സമായോജന തന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുംപടി ചേർക്കുക എന്നുള്ളൊരു ചോദ്യമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 66ൻ്റെ ആൻസർ നിങ്ങൾക്കിവിടെ ഇത് കാണാം. 2 കോളങ്ങൾ ബോക്സ് കാണാം. ഈ ഒരു ബോക്സ് കാണാം. 2 കോളങ്ങളിൽ നിന്നും അത് ചേരുംപടി ചേർക്കണം. നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. 66ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്തത് 67ാമത്തേൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. 67 ഒരു കുട്ടി അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു. തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു. അനുബന്ധ സിദ്ധാന്തം ക്ലാസിക്കൽ കണ്ടീഷനിങ് അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്ത് എന്നാണ് ചോദ്യം. 67ൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. സ്റ്റിമുലസ് ജനറലൈസേഷൻ അതായത് ചോദക സാമാന്യവൽക്കരണം. 68 ചേരുംപടി ചേർക്കാനാണ്. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ ചോദ്യവും കാണാം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. 68 ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1 സി, 2 എ, 3 ബി, 4 ഡി.
69ാമത്തെ ചോദ്യം, പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹ്യ സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കി ജീൻ ലേവ്, എറ്റീൻ വെങ്കർ തുടങ്ങിയവർ 1990കളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പം ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സിറ്റുവേറ്റഡ് ലേണിംഗ് ആണ്. 70 കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി ഏതെന്നാണ് ചോദ്യം. 70ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, റെസിപ്രോക്കൽ ടീച്ചിങ് അല്ലെങ്കിൽ പ്രതിക്രിയാധ്യാപനമാണ്. 71ൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം നമുക്ക്. ചോദ്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഓപ്ഷൻ സി ആണ്, 2, 3 ശരിയായത്. 72 താഴെ പറയുന്നവയിൽ പര്യാവരണത്തിൻ്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ശരീരത്തിൻ്റെ ഉയരമാണ്. 73 പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നത് ഡാഷ് എന്നറിയപ്പെടുന്നു. 73ൻ്റെ ആൻസർ ഓപ്ഷൻ എ, സ്വാംശീകരണമാണ്. 74 ചോദ്യം, സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ ഏതിൽപ്പെടുന്നു എന്നാണ് ചോദ്യം. 74ൻ്റെ ആൻസർ ഓപ്ഷൻ ബി, സാമീപ്യ നിയമം. അടുത്തത് 75ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കാനാണ്. ഉത്തരം എന്താണ്? 75ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1C, 2D, 3B, 4A. അടുത്തത് 76ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറാണ് പറയാൻ പോകുന്നത്. 76ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ജി കോംബ്രിസ് എന്നുള്ളതാണ്. 77 നിങ്ങൾക്ക് ചോദ്യം ഇവിടെ സ്ക്രീനിൽ കാണാം. ഉത്തരം ഏതാണെന്ന് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ആണ്, ധാരണ, ആസൂത്രണം, വിലയിരുത്തൽ. 78 ഭിന്നശേഷിക്കാരായവരുടെ അവകാശ സംരക്ഷണത്തിനായി 2016 നിലയിൽ വന്ന ആക്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, RPWD ആക്ട് ആണ്. അടുത്തത് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതി ശാസ്ത്രങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പാഠപുസ്തക കേന്ദ്രീകൃത പഠനം. 80ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ ശിശുവിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്ന പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, കോത്താരി കമ്മീഷനാണ്. അടുത്തത് 81ാമത്തെ ചോദ്യം ഇതാണ്, റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. 81 മുതൽ 83 വരെയുള്ളത്. അപ്പോൾ പാസേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ ഉത്തരം നോക്കി പോവുകയാണ്. 81ാമത്തതിൻ്റെ ആൻസർ എന്താണ്? 81ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, കൊക്കോനട്ട്സ് ആണ്. 82ൻ്റെ ആൻസർ എന്താണ്? അടുത്ത് നോക്കാം. 82ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇലേറ്റഡ് ആണ്. 83 സജസ്റ്റ് 1 വേർഡ് ഫോർ ദ ഫ്രേസ് ഇൻ ഹൈ സ്പിരിറ്റ് എന്ന് പറയുന്നു. 83ൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി ആണ്, എക്സൈറ്റഡ്. ഓപ്ഷൻ ഡി, എക്സൈറ്റഡ്. 83ാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ജോയ്ഫുൾ ആണ്. കേട്ടോ. 83ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ജോയ്ഫുൾ ആണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് 84ാമത്തെ ചോദ്യമാണ്. 84 പ്രിപ്പോസിഷൻ കറക്റ്റായിട്ട് കൊടുക്കുക എന്നാണ് പറയുന്നത്. നൈന വാസ് അമേസ്ഡ് ഡേഷ് ഹെർ ഓൺ സ്ട്രെങ്ത്. 84ൻ്റെ ആൻസർ ഓപ്ഷൻ എ, അറ്റ്. രാജൻ റൺ ഡേഷ് ഇൻ ടു ദ ഗാർഡൻ. 85ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, രാജൻ റാൻ ഔട്ട് എന്നാണ് പറയുന്നത്, റാൻ ഔട്ട്. An eerie sound floated dash the air. 86ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ഇൻ ദ എയർ എന്നാണ്. അടുത്തത് നമ്മൾ പോകുന്നത് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് ചൂസിങ് കറക്റ്റ് ടെൻസ് ആണ്. 87 മുതൽ 88 വരെയുള്ളത്. അപ്പോൾ 87ാമത്തെ ചോദ്യമൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഇഫ് യു ആർ എ പെയിൻറ്റർ. 87ൻ്റെ ആൻസർ ഓപ്ഷൻ സി, യു മേ കം ഇൻ എന്നാണ്. 88 വെന്നെവർ ഈ ഫൗണ്ട് ഹിംസെൽഫ് എലോൺ. 88ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഹി ഡ്യൂ കാറ്റ്സ് എന്നാണ് പറയുന്നത്. അടുത്തത് അണ്ടർലൈൻഡ് വേർഡിൻ്റെ മീനിങ് ആണ് നിങ്ങളോട് കണ്ടെത്താൻ പറയുന്നത്. ഐ ഡിഡിൻ വാണ്ട് ടു ഇവസ്ഡ്രോപ്പ് എന്ന് പറയുന്നു. ഉത്തരം എന്താണ്? 89ൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ടു ലിസൺ സീക്രറ്റ്ലി. അടുത്തത് ഫിഡ്ഗെറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ സിമിലർ വേർഡ് ആണ് 90ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, ബിഹേവിങ് നെർവോസ്ലി ആൻഡ് റെസ്റ്റ്ലെസ്ലി. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏത് എന്നാണ് 91ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ, കോഴിക്കോടാണ്. മലനാട്ട് തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ച് അത് സമർത്ഥിച്ച ഭാഷാ പണ്ഡിതനാര് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, ഇളംകുളം കുഞ്ഞൻപിള്ള. 93 വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ചോദിച്ചത്. 93ൻ്റെ ആൻസർ ഓപ്ഷൻ ബി, അദ്യോതാവ് എന്നാണ്. അടുത്തത് 94 കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ച കവി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വള്ളത്തോൾ. കാഞ്ചനേർമിഴി ബഹുവ്രീഹിയുടെ ഏത് വകഭേദത്തിൽ പെടുന്നു എന്നാണ് 95ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ, ഉപമാഗർഭം. അടുത്തത്, ഒരു അധ്യാപകൻ 5-10 കുട്ടികൾ മാത്രമുള്ളൊരു സംഘത്തെ 5-10 മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ചെറിയൊരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃകയാണ് ഡാഷ്. 96ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, സൂക്ഷ്മ നിലവാര ബോധനം.
2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിൻ്റെ 50-ാം വർഷത്തിലെത്തിയ മലയാള നോവൽ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടിമത്തമുണ്ട്, യാദൃശ്ചികമുണ്ട്, വിമ്മിട്ടമുണ്ട്, പ്രവൃത്തിയുണ്ട്. 98ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ശരി. യാദൃച്ഛികവും അതുപോലെ തന്നെ വിമ്മിട്ടവുമാണ് ശരി. 99 വാസനാവികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏത് മാസികയിലാണ്? ഉത്തരം ഓപ്ഷൻ എ, വിദ്യാവിനോദിനി. 100ാമത്തെ ചോദ്യം, പെൺമണി വദനം കണ്ടാൽ വെൺമതി രണ്ടെന്നു മേവിടുന്ന മനം ഉണ്മ നിനച്ചിതിലെല്ലാം വെൺമതി രണ്ടെന്നു മേവിടുന്ന മനം അലങ്കാരം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 100ൻ്റെ ആൻസർ ഓപ്ഷൻ സി, യമകമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും 100 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈസി ആയിരുന്നോ അല്ലെങ്കിൽ ടഫ് ആയിരുന്നോ എങ്ങനെയായിരുന്നുള്ളത് അറിയിക്കുക. സോ താങ്ക് യു ഫോർ